ഹായ് ഗായ്സ്. ഇന്ന് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് ഒരു ഓപ്പോ A54 എന്നൊരു മോഡലാണ്. അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ മാറ്റുന്നത് കാണാം. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് മാറ്റാം. നമ്മൾ ആദ്യം അതിൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യണം. ബാക്ക് ഡോർ ഇതുവരെയായിട്ട് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് വളരെ ടൈറ്റ് ഫിക്സിംഗ് ആണ് ഉള്ളത്. നമ്മൾ ആദ്യം ബ്ലോവർ എടുക്കുക. ബ്ലോവർ കൊണ്ട് അതിൻ്റെ 4 കോർണറും ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് എടുക്കാൻ നോക്കാം. കമ്പനി ഫിക്സിങ് ആയതുകൊണ്ട് എത്ര ടഫും, മറ്റേത് നമുക്ക് സുഖമായിട്ട് എടുക്കാമായിരുന്നു. ഓക്കെ, ഒരു കോർണറിൽ ചെറുതായിട്ട് ബ്ലേഡ് കൊണ്ട് അതിട്ടിട്ട് ഒരു ലിക്വിഡ് വരുന്നുണ്ട്. ലിക്വിഡ് ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ നോക്കാം. ലിക്വിഡ് ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. ഏകദേശം നമ്മൾ പോരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് നൈസിൽ പൊന്തിച്ച് കഴിഞ്ഞാൽ റിമൂവ് ആക്കാം. നമ്മളെ ബാക്ക് ഡോർ മുഴുവനായിട്ടും പോന്നിട്ടുണ്ട്. ബാക്ക് ഡോർ ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഡിസംബിൾ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് മാറ്റാം. ഇതിൻ്റെ ഫിംഗർ ഓൾറെഡി അവിടുന്ന് ബ്രോക്കൺ ആയിരുന്നു. നമ്മളൊന്നും ആയതല്ല, ഓൾറെഡി അവിടുന്ന് ബ്രോക്കൺ ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൽ സ്ക്രൂ കാര്യങ്ങൾ റിമൂവ് ചെയ്യാം. ഓപ്പോ A54 അത്യാവശ്യം നല്ലൊരു മോഡൽ തന്നെയാണ്. നമ്മളിതിനൊന്നും വല്ലാതെ വരാത്തൊരു മോഡലാണ്. ഹാങ്ങിങ് കാര്യങ്ങളില്ലാത്തൊരു മോഡലാണ്. ഇനി നമ്മൾ 4 കോർണറിൽ അതിനുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ഫ്രെയിം ഒന്ന് ക്ലീൻ ചെയ്യണം. ആദ്യം നമുക്ക് റിമൂവ് ആക്കാം. റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യം നോക്കാം. ഏകദേശം ഒരു 12,000-13,000 റേറ്റിൽ ഇറങ്ങിയൊരു മോഡലായിരുന്നു ഓപ്പോ A54. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി നമ്മൾ സിം ട്രേ റിമൂവ് ചെയ്യുക. സിം ട്രേ റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിൻ്റെ ക്ലിപ്പ് വരുന്ന ബോഡി പാനൽ നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ ഏകദേശം ബാക്കിൻ്റെ ആ ക്ലിപ്പുള്ള ഭാഗം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്രൂ കൂടി ബാക്കി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് മുഴുവനായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിന് ബാറ്ററി റിമൂവ് ചെയ്യണം. ഏത് മോഡലാണെങ്കിലും നമ്മൾ ബാറ്ററി എന്തായാലും റിമൂവ് ചെയ്യണം. ബാറ്ററി റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലോവർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഡിസ്പ്ലേ, കംപ്ലൈൻ്റ് ആയ ഡിസ്പ്ലേ നമ്മൾ അതിന് റിമൂവ് ചെയ്യണം. ഒരു മീഡിയം സൈസിൽ ഹീറ്റ് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 320-330 ടെമ്പറേച്ചറിലാണ് എടുക്കാറുള്ളത്. അതിൽ തന്നെ ഏകദേശം സുഖമായിട്ട് കിട്ടും. വലിയ ഹീറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ബ്ലേഡ് എടുത്തിട്ട് നൈസിലൊരു കോർണറിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി നോക്കിയാൽ മതി. സിമ്പിളായിട്ട് കിട്ടും. കാരണം നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ 4 കോർണറിലെ ഗമ്മ് മെൽട്ടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത് എടുക്കാൻ കഴിയും. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേയും കാര്യങ്ങളും റിമൂവ് ആയിട്ടുണ്ട്. ഇതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നോക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ടഫായിട്ട് എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ഡിസ്പ്ലേ മൊത്തം റിമൂവ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യണം. മിഡിൽ ഫ്രെയിം ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 4 കോർണറും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ കൊടുന്ന ഡിസ്പ്ലേ കറക്റ്റ് ഫിക്സിങ് ആവണമെന്ന് വെച്ചാൽ അത് 4 കോർണറും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം ക്ലീനിങ് ഇല്ലെങ്കിൽ പിന്നീട് ഒന്നാമത് ഫിറ്റിങ് ക്ലിയർ ആവില്ല. ഇനി ഫിറ്റിങ് ക്ലിയർ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നവും ബാക്കി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരലുണ്ട്. നമ്മളതിൻ്റെ 4 കോർണറും നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്താൽ മതി. കുറച്ച് ടൈം പിടിക്കും, ബട്ട് ക്ലീനിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് സൊല്യൂഷനാണ്. ഫിറ്റിങ്ങും ഓക്കെ ആവും, പിന്നെ പെട്ടെന്ന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. ഏറ്റവും ബേസിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് മിഡിൽ ഫ്രെയിം ക്ലീൻ ചെയ്യുക എന്നുള്ളത്. കാരണം മിഡിൽ ഫ്രെയിമിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പിന്നീട് കസ്റ്റമറിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഉണ്ട്. ഞാൻ ഏകദേശം 5-10 മിനിറ്റ് എടുത്തിട്ടാണ് സംഭവം ഒഴിവാക്കാറുള്ളത്. ക്ലീനിങ് മസ്റ്റാണ്. ഇനി നമ്മൾ കൊടുന്ന ആ ഡിസ്പ്ലേ ജസ്റ്റ് അതിലിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഡിസ്പ്ലേയും കാര്യങ്ങളും വർക്കിംഗ് ഉണ്ടോ, ടച്ച് എങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ നല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇത് തന്നെയാണ്. കൊടുന്ന ഡിസ്പ്ലേ ഒന്ന് ഫ്രെയിമിലിട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ചെക്ക് ചെയ്യാതെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം കാര്യങ്ങൾ വന്ന് നമ്മൾ വീണ്ടും റിമൂവ് ചെയ്യേണ്ടി വരും. ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാം ക്ലിയറായിട്ട് വർക്കാവുന്നുണ്ട്. കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊന്നുമില്ല.
ഡിസ്പ്ലേ ഓക്കെയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കൊടുന്ന ഡിസ്പ്ലേ ഈ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം. നമ്മളിതിലിടാൻ പോകുന്നത് സർവീസ് പാക്ക് കോംബോ ആണ്. ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. ഇതിൽ കുറഞ്ഞ ഡിസ്പ്ലേ വരുന്നുണ്ട് നോർമൽ, ബട്ട് ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നും കംപ്ലൈൻറ്റ് വരില്ല. നോക്കണാകുമ്പോഴേക്കേ കംപ്ലൈൻറ്റ് വരുന്നുള്ളൂ. സോ ഗമ്മിടെന്താ വരുന്നത് പറഞ്ഞാൽ ഡിസ്പ്ലേയുടെ 4 കോർണറും ഇതായിട്ട് ഗമ്മിട്ടിട്ട് പിന്നെ അടിഭാഗത്ത് ഫ്രെയിമിൻ്റെ അവിടെ ചെറുതായിട്ട് ഗമ്മിട്ടാൽ മതി. ആ ഒരു രീതിയിൽ വിടുകയാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ വളരെ വൃത്തിയായിട്ട് ഫിറ്റിംഗ് ആവും. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് നോക്കാം, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡിസ്പ്ലേ ഫിറ്റിംഗ് ആവുന്നുണ്ട്. സോ ഇനി നമുക്കൊരു 2 മിനിറ്റ് വരെ ജസ്റ്റ് ഡിസ്പ്ലേ മാത്രം ഇട്ടിട്ട് കുറച്ച് നേരം വെക്കാം. കാരണം അതാകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഫിറ്റിങ് കറക്റ്റ് ആവും. ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഗമ്മിട്ട് ചെറുതായിട്ട് അടക്കും. അപ്പോൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പവും സിമ്പിളായിട്ട് ഇടാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്യുക. റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഓപ്പോ A54 ഡിസ്പ്ലേ മാറ്റാം. കാണാൻ കുറച്ച് ടഫുള്ള പോലെ തോന്നും, ബട്ട് വളരെ ഈസിയാണ്. കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ റബ്ബർ റിമൂവായി ബാറ്ററി കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിലെ പാനൽ നമുക്ക് ഫ്രെയിമിൽ മിക്സ് ചെയ്തിട്ടിടാം. ഓക്കെ, ഇനി നമ്മൾ അതിന് സ്ക്രൂ കാര്യങ്ങൾ ഇടണം. ഈ ഒരു മോഡലിൽ സ്ക്രൂ കുറച്ച് കൂടുതലാണ്. സോ കുറച്ച് ടൈം കൊടുക്കും, പക്ഷേ നമുക്ക് ഇടാം. ഓക്കെ, സോ നമ്മൾ സ്ക്രൂ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ളതാണ്. സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ ഏത് പുതിയ ഡിസ്പ്ലേ പഴയ ഡിസ്പ്ലേ ഏതാണെങ്കിലും ഷോപ്പിൽ വരുന്ന ഏത് ഡിസ്പ്ലേ ആണെങ്കിലും ശരിയാക്കി കൊടുക്കുമ്പോൾ ഇതിന് മേലെ സ്ക്രീൻ ഗാർഡ് ഇടുന്നത് നല്ലതാണ്. പിന്നെ സ്ക്രീൻ ഗാർഡ് ഇട്ട് കൊടുക്കുമ്പോൾ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കുറയും. മാക്സിമം സ്ക്രീൻ ഗാർഡും കാര്യമൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കാം. കാരണം ഒന്നുകൂടി ഫിനിഷിങ് ആവും ചെയ്യും, പിന്നെ കസ്റ്റമറും കൂടി ഹാപ്പി ആവും. സ്ക്രീൻ ഗാർഡിനായിട്ട് വേറെ ഷോപ്പിൽ നടക്കേണ്ട ആവശ്യമില്ല. സ്ക്രീൻ ഗാർഡ് ഇടാൻ വേണ്ടി നോക്കുക. കസ്റ്റമർ ക്യാഷ് തരുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഫൈനലി നമ്മൾ എല്ലാ സ്ക്രൂവും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, സോ ഫോണ് ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സിമ്മും കാര്യങ്ങളും അതിൽ തന്നെ ഇടാം. ഇട്ടതിന് ശേഷം അതിൻ്റെ ബാക്ക് ഡോറും കാര്യങ്ങളും അതിൽ ഫിക്സ് ചെയ്യാൻ നോക്കാം. സോ നമ്മൾ ഫോൺ ഓൺ ആവുന്നുണ്ട്. ഓക്കെ, ഓക്കെ, സോ നമ്മൾ ചെക്ക് ചെയ്തു. ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് ഡോർ ഫിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നോക്കാം, വളരെ സിമ്പിളാണ്, കൂടുതൽ ടഫൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ ഗാർഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി വൃത്തി ഉണ്ടാവും. നമ്മൾ അതിന് മേലെ സ്ക്രീൻ ഗാർഡ് കാര്യം ഇടുന്നു. ഓക്കെ, നമ്മൾ സ്ക്രീൻ ഗാർഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്ക് ഡോർ ഒന്നും അതിൽ ഫിക്സ് ആക്കാം. ഓക്കെ, ഇനി ഇടേണ്ടത് നമ്മൾ അതിൻ്റെ റബ്ബർ ബാൻഡ് ഇടണം 4 കോർണറിലും. നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ